നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നോട് ഇവിടെ വന്ന് കാത്തിക്കാൻ പറഞ്ഞിട്ട് സമയം കുറച്ചായല്ലോ. അല്ല, ഈ രാഷ്ട്രീയക്കാർക്ക് പൊതുവെ കൃത്യനിഷ്ഠ കുറവാണല്ലോ. കാത്തു നിൽക്കാൻ പറഞ്ഞത് കുറിപ്പായതുകൊണ്ട് അനുസരിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്നാണോ നിന്റെ ചേട്ടത്തിയുടെ വിചാരം? വിദ്യയുമായി രാഷ്ട്രീയ കാര്യം പറയാൻ അവളാരാ? പാർട്ടിയുടെ വനിതാ സെക്രട്ടറിയോ? ദേ മോനെ, മാധവൻ നായരുടെ കുടുംബവുമായി നീ സഹകരിക്കുന്നതിൽ എനിക്ക് യാതൊരു ഇഷ്ടക്കേടും ഇല്ല. പക്ഷെ വന്ദന അവള് ജാതകദോഷമുള്ള പെണ്ണ. അവളുമായുള്ള സൗഹൃദവും ഇടപെടലും ഒക്കെ അല്പം കുറയ്ക്കണം. അല്ല അമ്മ എന്താ ഈ പറയുന്നേ? ഞാൻ വന്നതിനോടൊപ്പം അങ്ങനെ കറങ്ങി നടക്കുന്നൊന്നുമില്ല. ചന്ദ്രികാമ്മ നിർബന്ധിച്ചപ്പോ ഞാൻ അവളെ ഒന്ന് സഹായിക്കാൻ ഇറങ്ങിയതാ. വന്ദനയ്ക്കൊരു ജോലി ശരിയാക്കാൻ വേണ്ടി അവളോടൊപ്പം പോയത് തെറ്റാണോ? വർഷയെ കാണുമെന്ന് വന്ദന പറഞ്ഞപ്പോ വിക്രമന്റെ വീട്ടിലേക്ക് ഒന്ന് കയറി. അതിനൊന്നും ഞാനൊരു കുറ്റവും പറയുന്നില്ല. ആ കുട്ടിക്ക് നിന്റെ ഇടപെടലിൽ മാന്യമായൊരു ജോലി കിട്ടുമെങ്കിൽ അതൊരു പുണ്യോ മോനെ. അവൾക്കൊരു പെൺകുട്ടിയുടെ കാര്യം കൂടി നോക്കണമല്ലോ. ദേ, നീ അങ്ങനെ മറ്റുള്ളവരുടെ കാര്യം മാത്രം നോക്കി നടന്നാ പോരാ, സ്വന്തം കാര്യം കൂടി നോക്കണമെന്നാ ഞാൻ പറഞ്ഞത്. ദേ, നീ എത്രയും പെട്ടെന്നൊരു വിവാഹം കഴിക്കണം. അതാ ഇനി അമ്മയുടെ ആഗ്രഹം. അമ്മേ, തെരഞ്ഞെടുപ്പും ബഹളമൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ. എനിക്കും വേണമല്ലോ സ്വന്തമായിട്ടൊരു പദവിയും വരുമാന മാർഗവും ഒക്കെ. അത് കഴിഞ്ഞ് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാം. ദേ, അതൊന്നും ശരിയാവില്ല. ആറിയ കഞ്ഞി പഴങ്കഞ്ഞിയായി പോവും. ഈ അമ്മയുടെ ആഗ്രഹത്തിന് തടസ്സം നിൽക്കില്ലേടാ. കുറെ നാളായിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അമ്മ വീണ്ടും കല്യാണക്കാരൻ കുത്തിപ്പൊക്കി തുടങ്ങി. വന്ദനമായിട്ടുള്ള എന്റെ പ്രണയം തളരിട്ട് വരികയാണെന്ന് ഞാൻ അമ്മയോട് എങ്ങനെ പറയും? ഈ ജഗന്റെ ജീവിതത്തിൽ മറ്റൊരു പെണ്ണില്ല. വന്ദനയാ ഈ ജഗന്റെ പെണ്ണ. താനിതെവിടെ പോയി കിടക്കായിരുന്നോ? ഇങ്ങോട്ട് കെട്ടിയടിക്കാൻ എന്താ എത്ര താമസം? ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് പോയോ? കല്യാണം പൊലോളി എന്നൊക്കെ പറഞ്ഞ് ചുറ്റി അടിക്കാതെ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണോ? ഇല്ലെങ്കിൽ അധികം വൈകാതെ എല്ലാരും കൂടി എന്റെ ശവടൊക്കെ ഇവിടെ നടത്തും. ഇപ്പൊ എന്താ സാറേ പ്രശ്നം? ജഗനാണോ? അതെ, അവനിപ്പോ 24 മണിക്കൂറും വന്ദനയോടൊപ്പമാണ് കറക്കം. ആ ശാപം പിടിച്ചവളെ കൈകാര്യം ചെയ്യാൻ എനിക്കാണെങ്കിൽ ഒട്ടും പറ്റുന്നില്ല. ഇതേ അവസ്ഥ തന്നെയാണ് സാഗറിനും. വന്ദനയ്ക്ക് മുമ്പിൽ കൈയും കേട്ടി നോക്കി നിൽക്കേണ്ട അവസ്ഥ. ഈയിടും ആ വിക്രം ഇവിടെ വന്നിരുന്നു. ആ നശിച്ച വന്ദനയ്ക്ക് വേണ്ടിയിട്ട് വിക്രമിന്റെ ബംഗ്ലാവിന് പോയി ജഗൻ പ്രശ്നം ഉണ്ടാക്കിയെന്ന്. എന്നും രാഷ്ട്രീയത്തിൽ നമുക്ക് വേണ്ടത് വിക്രമിനെ പോലുള്ള കോടീശ്വരന്മാരുമായിട്ടുള്ള ബന്ധമാണ്. പക്ഷെ കാൽക്കാശിന് പോക്കില്ലാത്ത ഒരു പീറ പെണ്ണിന് വേണ്ടി എന്റെ കുഞ്ഞ് എന്റെ ജീവിതം തകർത്തുകൊണ്ടിരിക്കുകയാണോ? ഉറുപ്പ് സാറിന്റെ മോനായതുകൊണ്ട് നമുക്ക് ശാരീരികമായി ജഗനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ശാരീരികമായിട്ടുള്ള ഏർപ്പാടുകളൊന്നും വേണ്ട. വന്ദനയുടെ കാര്യത്തിലല്ലാതെ മറ്റേത് കാര്യത്തിലാണെങ്കിലും ജഗൻ കൂടെ ഉണ്ടെങ്കിൽ അതൊരു ശക്തി തന്നെയാണ്. അത് എനിക്കും പാർട്ടിക്കും. അത് വാസ്തവമാണ് കുറുപ്പ് സാറ്. അത് വിട്ടേക്ക് സാറേ, നമുക്ക് ജഗന്റെ കാര്യത്തിലേക്ക് വരാം. അതെ, ജഗനെ പിണക്കാതെ വേണം വന്ദന എന്ന മാരണത്തെ അടിച്ചൊതുക്കാൻ. അത് വാസ്തവമാണ്. ഓ, ഇങ്ങനെ എല്ലാത്തിനും കയറി റാൻ മൂളാതെ ഈ അവസ്ഥയൊന്നും മറികടക്കാൻ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയണോ കോപ്പേ? ഈ അവസ്ഥ മറികടക്കാൻ നമ്മളോടൊപ്പം സാഗർ മാത്രം പോരാ, വിക്രമം ഉണ്ടാവണം. കുറുപ്പ്, സാഗർ, വിക്രം എന്നീ ത്രിമൂർത്തികൾ ഒന്നിച്ചാൽ ഈ അവസ്ഥ മറികടക്കാൻ പറ്റും. ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. ഡാഗിനിയും കുട്ടൂസനും എത്ര ശ്രമിച്ചാലും ഈ രാജുവിനെയും രാധയെയും ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. കാരണം അവരോടൊപ്പം മായാവി ഉണ്ട്. മായാവി
അത് ഈ ജന്തുവിനങ്ങ് തട്ടിക്കളഞ്ഞാലോ? അതൊന്നും വേണ്ട സാറേ, പാവമാണ്. ജഗനെ പോലെ ഉപദ്രവകാരിയല്ലല്ലോ. അത് പറയാൻ പറ്റില്ല. ഈ ചിത്രകഥകളൊക്കെ വായിച്ച് ഇവന് മുഴുവട്ടായി പോയാല്. മോനെ ജഗ, ആ അയ്യോ, എന്റെ പൊന്നു മോൻ എങ്ങോട്ടാ? വന്ദനെ കാണാനാണോ? അല്ല, അതിപ്പോ വന്ദനെ കണ്ടിട്ട് എന്താ കാര്യം? ആ, അല്ല, ഞാൻ ഈ പാർട്ടിയുടെ യൂത്ത് വിഭാഗം ഓഫീസിലേക്കാണ് പോകുന്നത്, ഒരു പാർട്ടിക്കാരുമായിട്ട്. ആ, നന്നായി മോനെ. നീ രാഷ്ട്രീയം മറന്നില്ലല്ലോ, സന്തോഷം. പിന്നെ മോനെ, ബന്ധുക്കളാണെങ്കിലും കല്യാണം കഴിയാത്ത ഒരു പെണ്ണിനോടൊപ്പം ചുറ്റിക്കറങ്ങുന്നത് അത്ര ശരിയായിട്ടുള്ള ഏർപ്പാടല്ല. നിനക്ക് വിവാഹപ്രായമായി, കല്യാണ ആലോചനകളും നടക്കുന്നുണ്ട്. വെറുതെ നാട്ടുകാരെ കൊണ്ട് അതും ഇതും പറയിപ്പിക്കരുത്. സാറിത് എന്ത് ഭാവിച്ച? വെട്ടൊന്ന് തുണ്ട രണ്ട് എന്ന പക്ഷക്കാരനാ കുറുപ്പ് സാർ. മോനെ തേനെ പാലെ എന്ന് പറഞ്ഞ് ജായിച്ചാ പോരാ. ജഗന്റെ മൂക്കുകേറിലെ പിടിയൊന്ന് മുറുക്കിയില്ലെങ്കിലേ അവൻ ചാടി പോയിരിക്കും. അറിയാമടോ, പക്ഷേ ഇലക്ഷൻ കഴിയുന്നവരെ അവനെ പിണക്കുന്നത് ബുദ്ധിയല്ല. അവനൊപ്പമില്ലെങ്കിൽ അടുത്ത 5 വർഷത്തേക്ക് രാഷ്ട്രീയ ഭൂപടത്തിൽ കുറുപ്പിന്റെ പൊടി പോലും കാണില്ല. ഇതിലൊന്നും ഒരു കാര്യവുമില്ല. മൂക്കി കൂടെ പല്ലുവന്നു, എന്നിട്ട് ചിത്രകഥ വായിച്ച് രസിക്കുക. മേലാൽ ഇതെങ്ങാനും വായിക്കുന്നാണ്ടാൽ ഇതെല്ലാം കൂടെ വാരിയിട്ട് കൂട്ടിയിട്ട് കത്തിച്ച് നിന്നെ കൂടെ അതിനകത്തിട്ട് കത്തിക്കും ഞാൻ. പറയുന്ന മനസ്സിലാവടാ? ഓത്തുപോലെ പറഞ്ഞിട്ട് മാറടാ. ഓഹോ, ഞാൻ പോവാണേ. ഈ കുറിപ്പിൽ എവിടെ പോയിരിക്കും? എന്നോട് ഇവിടെ വന്ന് കാത്തിക്കാൻ പറഞ്ഞിട്ട് സമയം കുറച്ചായല്ലോ. ആ, അല്ല, ഈ രാഷ്ട്രീയക്കാർക്ക് പൊതുവെ കൃത്യനിഷ്ഠ കുറവാണല്ലോ. കാത്തു നിൽക്കാൻ പറഞ്ഞത് കുറിപ്പായതുകൊണ്ട് അനുസരിക്കാതിരിക്കാനും പറ്റില്ലല്ലോ. പരിചയമില്ലാത്ത വണ്ടിയാണല്ലോ. ആരായിരിക്കും അത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.